അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് നമ്മളെല്ലാവരും നമ്മുടെ മിനി സ്വിറ്റ്സർലാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ വന്നിട്ടുണ്ടോ? കുട്ടികളൊക്കെ ഒത്തിച്ചിട്ട് വരാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോഴത്തേനും കുറച്ച് വൈകിപ്പോയി. രാവിലെ മറ്റേ ഇതുണ്ടല്ലോ നമ്മുടെ വീൽ ചെയർ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റലും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ യാത്ര പുറപ്പെടാൻ കുറച്ച് ലേറ്റായി. അത് കാരണം ഇവിടെ എത്തിയപ്പോഴത്തേനും ചെറിയ രീതിയിൽ വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ബസ്സിലുള്ള യാത്രയും കുട്ടികളെ ഇരുട്ടുള്ള യാത്രയൊക്കെ ആയിട്ട് വന്നിറങ്ങിയപ്പോഴത്തേന് തന്നെ എല്ലാവരും കുട്ടികൾ ഹാപ്പിയാണ്. പക്ഷെ രക്ഷിതാക്കൾ കുറച്ച് ടയേർഡായിട്ടുണ്ട്. അതൊക്കെ ശരിയാവും കേട്ടോ. അതൊക്കെ നിങ്ങൾ കാണാൻ കെടുക്കണേ ഉള്ളൂ. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കണ കാരണേ അസ്മിലിനെ കൊണ്ടടക്കാനൊന്നും എനിക്ക് പറ്റണില്ല. അപ്പോൾ നമ്മുടെ സിറാജിന്റെ ഉപ്പ സിറാജിന്റെ ഉപ്പയും മൂത്താപ്പയുണ്ട്. അപ്പൊ അവനെ ചെറിയ രീതിയിലൊക്കെ അവര് സപ്പോർട്ട് ചെയ്തിട്ട് അവരിങ്ങനെ എന്നോട് പറഞ്ഞു, ഈ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, വീഡിയോ എടുത്തോ, ഞങ്ങളൊക്കെ വീഡിയോ യൂട്യൂബിൽ വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടേ അങ്ങനെ അവനായിട്ട് ചില സമയത്തൊക്കെ അവര് മാത്രമൊന്നുമല്ല കേട്ടോ, ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് സപ്പോർട്ട് തന്നെയാണ്. എങ്ങനെയായാലും ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മാത്രം ഒരു ലോകമാണ്. അത് ഞങ്ങൾക്കേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ ടൂറിന് സ്ഥലം കാണാൻ വന്നവരൊക്കെ ഞങ്ങളെ ഇങ്ങനെ നോക്കണൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളതൊന്നും ഒരു മൈൻഡേ ചെയ്യണില്ല. നെവർ മൈൻഡാണ് ഞങ്ങൾക്ക്. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ കുറച്ച് ടയേർഡായിരിക്കുന്നു. അതൊന്നും അത്ര വിഷയമുള്ള കാര്യമില്ലല്ലോ. ഞങ്ങളെ ടയേർഡൊക്കെ അവിടെ എടുക്കട്ടേന്നേ. ഇതാണ് എൻ്റെ ചെറിയ മോന് ഫൈസാൻ കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഫിസിയോതെറാപ്പി ഒക്കെ ആയ കാരണം അവന് ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉള്ള കാരണം അസ്മിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉള്ള കാരണം ഇവനെ ഞാൻ നാട്ടിൽ നിർത്തിയിരിക്കുകയാണ്. അവൻ അവിടെ സ്കൂളിലൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ടൂറായത് കാരണം അവനെ ഇങ്ങോട്ട് കൊടുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഞങ്ങൾ ചായയും പലഹാരമൊക്കെ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരിക ചെയ്തത്. നാട്ടിൽ നിന്ന് കറി ഉണ്ടാക്കി, ചിക്കൻ കറിയും കുറുമക്കറിയൊക്കെ ഉണ്ടാക്കി. വരുന്ന വഴിയിൽ നിന്ന് പൊറാട്ടയും നൂൽപുട്ടും വെള്ളപ്പൊക്കെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. അത് കിട്ടാൻ കുറച്ച് ലേറ്റായി. അതാണ് ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴത്തേന് വീണ്ടും ഒന്നും കൂടി ചൂട് വെയിലൊക്കെ ആവാൻ കാരണം. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും പോലെ അല്ലല്ലോ. ഇവിടെ ഏതെങ്കിലും ഹോട്ടൽ തേടി പിടിച്ചിട്ട് അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ച് വരുമ്പോഴത്തേന് നമ്മുടെ കുറേ സമയം വെറുതെ പോവും. ഇവരായിട്ട് അങ്ങനെയൊക്കെ പോയി വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമല്ലേ. അപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാവരും കൂടി കഴിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഏൽപ്പിച്ച് പോകുന്നത്. അതൊക്കെ സംഭവം കുഴപ്പമില്ല. പക്ഷെ അവിടുന്ന് ഇറങ്ങാനും കുറച്ച് വൈകി. കാരണം 2 ബസ്സുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുട്ടികളെയും വെച്ചിട്ട് 2 ബസ്സിലൊക്കെ ഉള്ള ഒരേപോലെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാലൊക്കെ അതിന് ഞാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരു താങ്ക്സ് ഞാൻ പറയണം. ഇതിൽ കാണുന്ന ഈ രക്ഷിതാക്കൾ തന്നെയാണ്, ഉപ്പമാരെന്നെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അവരോട് നമുക്കറിയാലോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ. ഇതിന് മുന്നിൽ നിന്നില്ല എന്നുണ്ടെങ്കിലൊന്നും ഞങ്ങൾ ഉമ്മമാരെ കൊണ്ടൊന്നും ഇതിനൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾ വിചാരിച്ചത് ഞങ്ങളുടെ ഈ ടൂറ് വലിയ ബസ്സിലെ യാത്ര, അതിൻ്റെ മുന്നത്തെ പാർട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അതിലത്തെ ആഘോഷമൊക്കെ കണ്ടോക്കുമ്പോൾ വിചാരിച്ചു ഇവിടെ വന്നിറങ്ങിയ ഭയങ്കര എനർജി ആയിരിക്കും ഞങ്ങൾക്ക്. നല്ല എനർജിക്ക് വലിയ കുറവൊന്നുമില്ല എന്നാലും. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യണം. പിന്നെ ഇവരെ ഓരോ രക്ഷിതാക്കളും പറയുന്നത് ഞങ്ങളുടെ മക്കളും ഞങ്ങളെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു, നമ്മളെല്ലാം ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതൊക്കെ ഞങ്ങൾക്കും എൻ്റെ ചാനലിലൂടെ
പുറം ലോകം അറിയിക്കണം എന്നുണ്ട്, എല്ലാവരെയും അറിയിക്കണം എന്നുണ്ട്. അപ്പോൾ ഞങ്ങളും സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കഥ നിങ്ങൾക്ക് അറിയണം, ഓരോ കുഞ്ഞിൻ്റെയും കഥ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് പറയണം കേട്ടോ. അപ്പം ഞാൻ ഓരോരുത്തരുടെ ആയിട്ട് കഥകളും അവരുടെ ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങൾ ഒക്കെ അങ്ങനെ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അവരോട് വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് മുഖത്തേക്ക് നോക്കാൻ പറയുമ്പോൾ നോക്കണില്ല പലരും. ഞാൻ അവരോട് പറയാം, ഞാനാ വീഡിയോ എടുക്കണ മക്കളെ ഒന്ന് നോക്കുക എന്നുള്ളത്. അങ്ങനെ ഏകദേശം ഇവിടുന്ന് ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പം ഇനി അടുത്തൊരു പോയിന്റ് ഉണ്ട്, അവിടെ അത് നിങ്ങളൊന്ന് കാണണം കേട്ടോ. അത് നല്ല രസമായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത് അവിടെ എത്തിയതിന് ശേഷമാണ്. ഇവിടെ നമുക്ക് പരിമിതികളുണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ എല്ലാവരോടും എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.